ഞാനിപ്പോൾ ഉള്ളത് ആസാമിലെ ഗംഗാപൂർ എന്ന് പറയുന്ന വളരെ മനോഹരമായ ചെറിയൊരു ഗ്രാമത്തിലാണ് കേട്ടോ. ഈ ബാക്കിൽ കാണുന്ന വീട്ടിലാണ് ഞാൻ ഇന്നലെ തങ്ങിയത്. വളരെ സാധാരണക്കാരായ നല്ല മനുഷ്യരായിട്ടോ ഈ ഗ്രാമത്തിലുള്ളത്. ഇവിടെ ഇപ്പം വെളുപ്പിനെ 4:30 മണിയായിട്ടുണ്ട്. നല്ല വെട്ടം വീണിട്ടുണ്ട്. രാവിലെ 4:30 മണിയാണ് കണ്ടോ. ഞാൻ ഇവിടെ 4 മണിക്കൊക്കെ ചാടി എഴുന്നേറ്റിട്ടുണ്ട്. നേരം വൈകിയെന്നും പറഞ്ഞ് എഴുന്നേറ്റിരുന്നിട്ടുണ്ട്. നല്ല വെട്ടം വീഴും 4 മണിക്ക്. അപ്പോൾ നമ്മുടെ ആൻറ്റിമാരുമായിട്ട് ഇന്നലെ ഒരു മോർണിംഗ് വാക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആസാമിൻ്റെ ഗ്രാമഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് നമ്മളൊരു മോർണിംഗ് വാക്കിന് പോവുകയാണ് അവരുമായിട്ട്. രണ്ട് സൈഡും നിറയെ തേയിലത്തോട്ടങ്ങളും നടുവിലൂടെ ഒരു റോഡാണ്. കോടയൊക്കെ ഇറങ്ങി നമ്മുടെ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ രാവിലെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ആസാമിനെ പറ്റി പിന്നെ പറയണ്ടല്ലോ. ലാർജസ്റ്റ് ടീ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്നാണ് നമ്മുടെ ആസാമിനെ അറിയപ്പെടുന്നത് തന്നെ അല്ലേ. ഇവിടെ നിന്ന് നമ്മൾ അടുത്ത് പോകുന്നത് ആസാമിലെ ഒരു ടൗണിലേക്കാണ്. ഇതാണ് കേട്ടോ ആ ടൗണ്. ഇപ്പോൾ ഒരു സമയം കറക്റ്റ് ഒരു 5:30 മണിയായിട്ടുണ്ട് രാവിലെ. അതുകൊണ്ട് ഇവിടുത്തെ കടകളും എല്ലാം ക്ലോസ്ഡ് ആണ്. ഒന്നും അങ്ങനെ ഓപ്പൺ ആയിട്ടില്ല. അടുത്ത സ്പോട്ടാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മുടെ മോർണിംഗ് വാക്കിൽ രണ്ട് സൈഡും തേയിലത്തോട്ടവും ഒരു ഓഫ് റോഡ് പോലുള്ളൊരു വഴിയും പിന്നെ ചെറിയൊരു സൺറൈസ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് സൈഡിൽ. നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ. സത്യം പറഞ്ഞാൽ ഇതിലേക്കൂടെ നടക്കുമ്പം എനിക്ക് നമ്മുടെ കേരളത്തിൽ ഒരു ഇടുക്കി പോയൊരു വൈബായിട്ടാണ് കിട്ടുന്നത്. തേയിലത്തോട്ടങ്ങളായതുകൊണ്ടായിരിക്കാം അവിടെ പോയൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഈ പാത്ത് നിന്ന് എൻഡ് ചെയ്യുന്നത് മരിയാനീസ് ടീ പ്ലാന്റേഴ്സ് ക്ലബ്ബിലാണ്. അവിടെ എംപ്ലോയീസിൻ്റെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അവിടെയാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. രാവിലെ നല്ല വ്യൂ ആണെന്നാണ് പറയുന്നത് കേട്ടോ അവിടെ കാണാനായിട്ട്. ഇതാണ് നമ്മുടെ മരിയാനീസ് ക്ലബിൻ്റെ ഒരു വ്യൂ. ഇത് അവരുടെ കെട്ടിടമാണ് കേട്ടോ. വലിയൊരു ഗ്രൗണ്ടൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടൊരു സ്ഥലമാണിത്. നല്ല ഭംഗിയുണ്ട് രാവിലെ ഇവിടെ കാണാനായിട്ട്. എംപ്ലോയീസിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ വെച്ച് നടത്തുന്നത് കേട്ടോ. നാട്ടുകാരുടെ പങ്കാളിത്തമൊക്കെ കൂടി നല്ല പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുന്നതെന്ന് അവർ പറയുന്നത്. നമ്മുടെ കൂടെ നമ്മുടെ അർപ്പിത ബേബി ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അർപ്പിത. പുള്ളിക്കാരി എന്നെ ഇവിടെ കൊണ്ടു കിടന്നെല്ലാം കാണിക്കുന്നത്. അടുത്ത് നമ്മുടെ ആസാമിലെ സ്കൂളിലേക്ക് ഉണ്ടോയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ബൈ.